പ്രമാദമായ ഒരു കേസിൽ പ്രതികളെ പിടികൂടിയാൽ പോലീസ് ചെയ്യുന്ന സാധാരണ നടപടിക്രമങ്ങളുണ്ട്. കോടതിയിൽ ഹാജരാക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു. റിമാൻഡ് ചെയ്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് പോലീസ് കോടതിയിൽ ഒരു ഹർജി നൽകുന്നു. പ്രതികളെ വിട്ടുകിട്ടാൻ വിശദമായി ചോദ്യം ചെയ്യണം എന്ന ആവശ്യമാണ് കോടതിക്ക് മുമ്പാകെ പോലീസ് പറയുക. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ആരെയാണോ അറസ്റ്റ് ചെയ്തത് അവരുടെ വീടുകളിൽ പരിശോധന നടത്തും. പരിശോധന നടത്തി എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ എന്ന് നോക്കും. അവരുടെ ഫോണുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. ഇതൊക്കെ പോലീസ് ചെയ്യുന്ന സാധാരണ നടപടിക്രമങ്ങളാണ്. എന്നാൽ പ്രമാദമായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുടെ അറസ്റ്റ്, അതും MDMA കൊണ്ടുവന്ന കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല, ഫോണുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുന്നില്ല, എവിടെയും ഒരു പരിശോധന നടക്കുന്നില്ല, റെയ്ഡുകൾ നടക്കുന്നില്ല. കേസ് അന്വേഷണം അവസാനിച്ച മട്ടാണ്. കസ്റ്റഡിയിൽ വാങ്ങേണ്ടത് ആരാണ്? ചന്ദേര പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, CI ആണ്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥനെ ചന്ദേരയിൽ നിന്ന് സ്ഥലം മാറ്റി. ഇനി പുതിയ ഉദ്യോഗസ്ഥൻ ചാർജ് എടുത്ത് അദ്ദേഹം കേസൊക്കെ പഠിച്ചിട്ട് വേണം അപേക്ഷ നൽകാൻ. അത് നൽകുമോ ഇല്ലയോ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതുവരെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടില്ല, കസ്റ്റഡി അപേക്ഷ പോലും നൽകിയിട്ടില്ല പോലീസ്. പ്രതികളിൽ നിന്ന് 3 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് ഹുസൈൻ, സൈനുൽ ആബിദ്, അബ്ദുൾ സലാം. ഇവരിൽ നിന്ന് 6 ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. അതിൽ iPhone ഉണ്ട്, ആൻഡ്രോയിഡ് ഫോണുണ്ട്, അതോടൊപ്പം തന്നെ കീപാഡുള്ള ഫോണുകളുമുണ്ട്. കീപാഡുള്ള ഫോണുകളിൽ നിന്നാണ് MDMA കച്ചവടത്തിന് പലരുമായും ബന്ധപ്പെടാറുള്ളത് എന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഹുസൈൻ മുഖ്യമന്ത്രിയുടെ വി.ഡി. സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ കൂടിയാണ് എന്നോർക്കണം. ഫോണുകൾ പരിശോധനയ്ക്ക് അയക്കുന്നില്ല. അയച്ചാലോ മുഖ്യമന്ത്രിയെ വിളിച്ചതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരും, മറ്റ് നേതാക്കളെ വിളിച്ചതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരും. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്കോ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കോ മറ്റോ പണം കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യം പുറത്തു വരും. ബാങ്ക് രേഖകൾ പരിശോധിക്കണം. അങ്ങനെ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും. ഫോൺ പരിശോധിച്ചാൽ വലിയ കോളിളക്കം ഉണ്ടാക്കും. ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാകുമോ എന്ന സംശയം പോലും വരാം. അതുകൊണ്ട് പോലീസ് ആ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല, ഫോണുകൾ പരിശോധിക്കുന്നില്ല, ഒരു പരിശോധനയും എവിടെയും നടത്തുന്നില്ല. എല്ലാം അവസാനിപ്പിച്ച മട്ടാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ ചോദ്യം ചോദിച്ചത് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് വാർത്താ സമ്മേളനത്തിൽ. ഇപ്പോൾ മുഖ്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടത്. ഒപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് കൂടി ചോദിക്കണം, എന്താണ് ഇവിടെ നടക്കുന്നത്? തൂഫാന്റെ നോഡൽ ഓഫീസറായിരുന്ന പുട്ട വിമലാദിത്യയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി. ആരാണ് മാറ്റിയത്? മുഖ്യമന്ത്രി. ആരോട് ചോദിക്കാതെ? രമേശ് ചെന്നിത്തലയോട്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട്. തൂഫാന്റെ ചുമതലയാണ്. എപ്പോഴാണ് മാറ്റിയത്? മുഹമ്മദ് ഹുസൈനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം. രാത്രിക്ക് രാത്രിയാണ് തീരുമാനം വന്നത് എന്നോർക്കണം. അതോടൊപ്പം ചന്ദേര ആരാണോ അറസ്റ്റ് ചെയ്തത് മുഹമ്മദ് ഹുസൈനെ, ആ ഉദ്യോഗസ്ഥനെയും മാറ്റി. ചന്ദേര പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ CIയെയും മാറ്റി. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം ഞെട്ടിക്കുന്ന വിവരമാണ്. 2 മാസത്തിനിടെ നടത്തിയിരിക്കുന്നത് 46 ലക്ഷം രൂപയുടെ ഇടപാടാണ്. 46 ലക്ഷം രൂപയുടെ ഇടപാട്. 3 പേരും ചേർന്ന് റിയ എന്ന ഇടനിലക്കാരിക്ക് അയച്ചു കൊടുത്ത പണത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 46 ലക്ഷം രൂപ, അതിലേറെ വരും. വിശദമായ പരിശോധനയുടെ കണക്കുകൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. 2 മാസത്തിനിടെയാണ് എന്നോർക്കണം. ഓണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള തകൃതിയായ ഇടപാട്. അപ്പോൾ എപ്പോൾ തുടങ്ങിയതാണ്? നേരത്തെയുണ്ട്, എത്രയോ വർഷം മുമ്പ് ആരംഭിച്ചതാണ്. എന്ന് വെച്ചാൽ കോടികളുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. 100 200 ആയിരിക്കണമെന്നില്ല, 1000 കോടിയോളം രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടാകും. ഈ പാറ്റേണിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ 2 മാസം കൊണ്ട് 46 ലക്ഷം രൂപയുടെ ഇടപാടാണ് നടത്തിയത് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ഒന്ന് കണക്കുകൂട്ടി നോക്കിയാൽ മതി. എത്ര കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടാകും? എത്ര കോടി രൂപയുടെ MDMA ആണ് മുഹമ്മദ് ഹുസൈൻ എന്ന മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായിരുന്ന വ്യക്തി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വിതരണം ചെയ്തത് എന്നോർക്കണം. എന്താണ് മറ? പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, ഇതായിരുന്നു മറ.
അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വി ഡി സതീശന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ത് പറഞ്ഞിട്ടു. ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കണം. മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുകയാണോ രമേശ് ചെന്നിത്തല എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ, IPS IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. പക്ഷേ താഴെത്തട്ടിലുള്ള ഓഫീസറെ, CI തലത്തിലുള്ള ഓഫീസർമാരെയൊക്കെ മാറ്റുന്നത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. അവിടെ എന്തുകൊണ്ട് ചന്ദേര പോലീസ് ഓഫീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് രമേശ് ചെന്നിത്തല തന്നെയാണ്. എന്തായാലും ചില വിവരങ്ങൾ പുറത്തു വന്നു. ആ വിവരങ്ങൾ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് വരാതിരിക്കാനുള്ള വലിയ ഇടപെടലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നാണോ നടക്കുന്നത് എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തു വന്നാൽ, മുഹമ്മദ് ഹുസൈനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ, മുഹമ്മദ് ഹുസൈൻ്റെയും കൂട്ടാളികളുടെയും ഫോണുകൾ പരിശോധിച്ചാൽ അത് കേരളത്തിൽ വൻ കോളിളക്കം ഉണ്ടാക്കുമെന്ന കാര്യം സംശയമേയില്ല. അതുകൊണ്ട് തന്നെയാണ് ചവിട്ടിപ്പിടിച്ചിരിക്കുന്നത്. എത്ര കാലം ഇങ്ങനെ ചവിട്ടിപ്പിടിച്ച് ഇരുത്താൻ കഴിയും ഭരണകൂടത്തിന്, പോലീസിന്, മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എന്നതേ ഇനി അറിയാനുള്ളൂ.